I'm Ennemcien. Welcome to Quantum Mechanics. എൻ്റെ ഈ ചാനല് ഒരു ഫിസിക്സ് ഡെയിലി എന്ന് കരുതിയാൽ മതി. നമ്മൾ ന്യൂസ് പേപ്പർ വീട്ടിൽ വരുത്തുന്നത് എല്ലാം വായിക്കാൻ വേണ്ടിയല്ല. നമുക്ക് താല്പര്യമുള്ള ആവശ്യമുള്ള മാത്രമേ വായിക്കാവൂ. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നിങ്ങൾക്ക് ഇതിലാവശ്യമുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അല്ലാതെ ഞാൻ ഗ്രൂപ്പ് ചെയ്തല്ല വിടുന്നത്. എനിക്കതിന് ബുദ്ധിമുട്ടുണ്ട്. യൂട്യൂബ് സ്റ്റുഡിയോ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഹാഷ്ടാഗിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് കിട്ടുന്നതിന് ബുദ്ധിമുട്ട് വരും. ഭാവിയിലത് ഞാൻ ആലോചിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സ്ഥിരം കിട്ടിക്കൊണ്ടിരിക്കും. മാത്രമല്ല ഈ വെക്ടർ ഫിസിക്സുകാർക്ക് ആവശ്യമുള്ളത് വെക്ടറും ഒക്കെ ഞാൻ വളരെ ഡീറ്റെയിൽസ്, ബേസിക്സ്, കോൺസെപ്റ്റ്സ് ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ. ഇനി അഡ്വാൻസ്ഡ് വെക്ടർ ഒക്കെ വരും. EM തിയറി ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിയറിറ്റിക്കൽ ഫിസിക്സിൻ്റെ നല്ല ഭാഗങ്ങൾ കയറി വരും. അപ്പോൾ ഭാവിയിലായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് ടെസ്റ്റുകൾക്കും ഒക്കെ ഉപകരിക്കാനും കോൺസെപ്റ്റ് ആവശ്യമാണ്. അതിനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പറയുകയേ എനിക്ക് നിവൃത്തിയുള്ളൂ. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ബേസായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകാതെ വരും. അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിരുന്നതിന് വേണ്ടിയാണ്. വേവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ ഒക്കെ സൊല്യൂഷനാണ്. ഒരു സൊല്യൂഷനല്ല ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനുള്ളൂ. ഒരു സിമ്പിൾ കേസ് എടുത്താൽ പോലും പല സൊല്യൂഷൻസ് ഉണ്ട്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്ന് പറയും. അതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ഒരു ചെറിയ എക്സാമ്പിൾ നോക്കി. ഇപ്പോൾ dy/dx = വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനായത്. ഇതിന് തന്നെ എത്ര സൊല്യൂഷൻ ഉണ്ടെന്ന് നോക്കി. ഇത് dy = 2dx. ഇൻ്റഗ്രേറ്റ് ചെയ്ത് y = 2x പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. സത്യത്തിൽ ഇതൊരു സൊല്യൂഷൻ അല്ലല്ലോ. ഈ c എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്ദർഭം അനുസരിച്ച് ചിലപ്പോൾ ബൗണ്ടറി വാല്യൂസ് കൊടുത്തെന്നിരിക്കും, കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നിരിക്കാം. പല സന്ദർഭത്തിൽ പല രീതിയിൽ ഇത് വരും. അപ്പോൾ ഈ c0, 1 അല്ല 0 എത്ര വേണേൽ വാല്യൂസ് കൊടുക്കാം. c വാല്യൂസ് കൊടുത്താലും ഇക്വേഷൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനേ ആവുള്ളൂ. ഇത് ഈ സിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇതിൻ്റെ സൊല്യൂഷനായത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ c0 കൊടുത്തു കഴിഞ്ഞാൽ y = 2x എന്നായി. അപ്പോൾ ഇത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഇതൊരു സൊല്യൂഷനായതില്ല. ഇതിൻ്റെ സൊല്യൂഷൻ ഗ്രാഫിക്കലായിട്ട് കാണിച്ചതാണ്. c = 1 എന്ന് കൊടുത്താൽ ഇതിന് പാരലായിട്ട് ഇവിടെ നിന്ന് 1 യൂണിറ്റ് ഹൈറ്റിൽ നിന്നും വരയ്ക്കുന്ന മറ്റൊരു സ്ട്രെയിറ്റ് ലൈനാണ്. ഇത് വേറൊരു സൊല്യൂഷനാണ്. സിക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ സിക്ക് എന്തുമാത്രം വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ചുരുക്കത്തിൽ dy/dx എന്ന് പറയുന്ന വെറും സിമ്പിൾ ഇക്വേഷന് പോലും കണക്കിൽപ്പെടാത്തത്ര സൊല്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ സൊല്യൂഷനൊക്കെ പറയുമ്പോൾ സൊല്യൂഷൻ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്നൊക്കെ പറയുന്നു. ഇത് മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം. ഇനി നമുക്ക് ഇപ്പം അത് ഈ ചില ചോദ്യങ്ങളിലൊക്കെ കയറിയും വരും. സെറ്റ് ഓഫ് സൊല്യൂഷൻസ് എന്നൊക്കെ മെൻഷൻ ചെയ്തെന്നിരിക്കും. അപ്പോൾ ഒരു ചോദ്യം, വാട്ട് ഈസ് ആൻ ഐഗൺ ഫങ്ഷൻ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐഗൺ ഫങ്ഷനൊക്കെ, പക്ഷേ അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലൊന്ന് പറയുക. ഐഗൺ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ വെൽ ബിഹേവ്ഡ് ഫങ്ഷനാണ്. പക്ഷേ അത് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ ഐഗൺ എന്ന് പറയുന്നത് ഐഗൺ ഫങ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് വേർഡാണ്. ജർമ്മൻ ഇംഗ്ലീഷ് രണ്ടും കൂടെ ചേർന്ന ഒരു ഹൈബ്രിഡ് വേർഡാണ്. അതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്, മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ പറയുമല്ലോ. ഒന്നിന് പറ്റിയ ഒന്ന്.
അത് ചേരുമ്പടിയാക്കുക, ഒന്നിന് യോജിക്കുന്ന രീതിയിലുള്ളത് എന്നുള്ള അർത്ഥമുള്ളതിന്. അപ്പോൾ എനി ഫങ്ഷൻ ദാറ്റ് ഫോളോസ് the following conditions is an eigenfunction. 1. It must be single valued and finite, obeying suitable boundary conditions. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം. ഒരു സമയത്ത് ഒരു വാല്യൂവേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഒരു സമയത്ത് ഒന്നിൽ കൂടുതൽ വാല്യൂ ഉണ്ടാകുന്നത് അത് റിയാലിറ്റി അല്ല. ഇപ്പോൾ അത് എക്സാമ്പിൾ, സാധാരണ കോമൺ പ്ലേസ് എക്സാമ്പിൾ ഒരു കമ്പിയുടെ വൈബ്രേഷൻസാണ്, സ്ട്രെസ്ഡ് വയറിൻ്റെ വൈബ്രേഷൻസ്. അതിന് ഒരു സ്ഥലത്ത് ഒരു സമയത്ത് ഒരാംപ്ലിറ്റ്യൂഡേ വരൂ, അത് കൂടുതൽ എങ്ങനെയാണ് വരുന്നത്? അതാണ് ഈ സിംഗിൾ വാല്യൂഡ് എന്ന് പറയുന്നത്. പിന്നെ ഫൈനൈറ്റ് ആയിരിക്കണം. ഇതങ്ങ് ഈ കമ്പി അങ്ങ് ശൂന്യാകാശത്തിലേക്ക് പോകുന്നുണ്ട്, ഒന്നുമില്ലല്ലോ. അതൊരു ഫൈനൈറ്റ് ആംപ്ലിറ്റ്യൂഡ് അതിനുണ്ടാവുള്ളൂ. അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കമ്പി പൊട്ടി നാശമായി തീർന്നില്ല, സിസ്റ്റം ബ്രേക്കായിപ്പോയി. അപ്പോൾ അത് സിംഗിൾ വാല്യൂഡ് ആയിരിക്കണം, ഫൈനൈറ്റ് ആയിരിക്കണം. ചില ബൗണ്ടറി കണ്ടീഷൻസ് സന്ദർഭം അനുസരിച്ച് ഒബേ ചെയ്യണം. ഇത് ഇപ്പോൾ ഈ കമ്പിയുടെ കേസിലാണ് 2 എൻഡും ഫിക്സ് ചെയ്തിരിക്കുക, അവിടെ ഫങ്ഷൻ 0 ആവണം, ആംപ്ലിറ്റ്യൂഡ് 0 ആവണം, ഇടയ്ക്കിടയ്ക്കും 0 ആവാം, ഇടയ്ക്കിടയ്ക്ക് മാക്സിമം വരാം. ഇങ്ങനെ ഉള്ള കണ്ടീഷൻസ് ഉണ്ട്, ബൗണ്ടറി കണ്ടീഷൻസ്. ഇത് ഒബേ ചെയ്യുന്നതായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ ഫങ്ഷൻ ആൻഡ് ഡെറിവേറ്റീവ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇടയ്ക്ക് ഡിസ്ക്രീപ്പൻസി, അതായത് ഡിസ്കണ്ടിന്യൂയിറ്റീസ് പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപയോഗിച്ചൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പോൾ സൈൻ ഫങ്ഷനൊക്കെ കണ്ടിന്യൂസാണ്, അതിൻ്റെ ഡെറിവേറ്റീവും കണ്ടിന്യൂസാണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫങ്ഷൻസിനെ പൊതുവെ വെൽ ബിഹേവ്ഡ് ഫങ്ഷൻസ് എന്ന് വിളിക്കുക. അപ്പം ഐഗൺ ഫങ്ഷൻ എന്ന് പറയുന്നത് വെൽ ബിഹേവ്ഡ് ഫങ്ഷനാണ്. പക്ഷേ അതെന്താണെന്ന് പറയണമെങ്കിൽ ഈ 2 കണ്ടീഷൻസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് ആൻഡ് ഫൈനൈറ്റ്, ഒബേയിങ് സ്യൂട്ടബിൾ ബൗണ്ടറി കണ്ടീഷൻസ്. 2. The function and its derivative must be continuous. That is, there must not be discontinuities. Such functions are called well-behaved functions. Another question. Is the given function an eigenfunction or not? Give reasons. ഇത് ഒരു സൈ എക്സ് എന്ന് സാറിന് നമ്മൾ വെൽ ബിഹേവ്ഡ് ഫങ്ഷന് കൊടുത്ത് ശീലിച്ചു പോയി. എങ്കിൽ ഞാനിവിടെ സൈ എക്സ് എന്നോ ഇടുന്നു. ചില പരീക്ഷയ്ക്ക് ചിലപ്പോൾ f(x) എന്നായിരിക്കാൻ തരുന്നത്, എന്തെങ്കിലും ആയിക്കോട്ടെ. f(x) അല്ലെ സൈ എക്സ് വെർട്ടിക്കൽ ആക്സിസും എക്സ് ഹൊറിസോണ്ടൽ ആക്സിസിലും പ്ലോട്ട് ചെയ്യുന്നു. ഈ ഫങ്ഷൻ്റെ വേരിയേഷനാണ് ഈ ഗ്രാഫിൽ കൂടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഐഗൺ ഫങ്ഷനാണോ? ആകെ യോഗ്യത ഉണ്ടോ? നോ, ഇത് ഐഗൺ ഫങ്ഷൻ അല്ല. കാരണം എക്സ് ഈക്വൽസ് എക്സ്, 2 കാരണം പറയാം. അറ്റ് എക്സ് ഈക്വൽസ് എക്സ് ഡാഷ് ദർ ഈസ് ഡിസ്കണ്ടിന്യൂറ്റി. ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ അല്ലല്ലോ. പിന്നെ ഇവിടുന്ന് ഇതിങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോവാം. ഇവിടെ ഇത് 0 നിന്ന് തുടങ്ങുക ഫങ്ഷൻ. വീണ്ടും ഒരു ഫങ്ഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നതായി 2 കർവും കൂടെ ചേർന്നിട്ട്. അപ്പോൾ ദർ ഈസ് എ ദിസ് ഈസ് നോട്ട് ആൻ ഐഗൺ ഫങ്ഷൻ. റീസൺസ് 1. There is a discontinuity at x equals x dash. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹാസ് നോ ഫൈനൈറ്റ് വാല്യൂ അറ്റ് എക്സ് ഈക്വൽസ് എക്സ് ഡാഷ്. എക്സ് ഈക്വൽസ് എക്സ് ഡാഷിൽ ഇതങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോവുക, ഫൈനൈറ്റ് അല്ലല്ലോ. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ ഇത് ഐഗൺ ഫങ്ഷൻ അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. മറ്റൊന്ന്, ഇത് ഒരു സ്ട്രെസ്ഡ് വയറിൻ്റെ വൈബ്രേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഐഗൺ ഫങ്ഷൻ ആണോ? ഇവിടെങ്ങും കുഴപ്പമില്ല. പക്ഷേ ഇവിടെ വരുമ്പോൾ ഇവൻ ആശാൻ അങ്ങ് ഇൻഫിനിറ്റിയിലോട്ട് പോവുക. അതല്ലേ തന്നെ ഇവിടെ ഒരു ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്യുന്നില്ല. സ്ട്രെസ്ഡ് സ്ട്രിങ്ങിന് പറ്റിയ ഐഗൺ ഫങ്ഷൻ, സ്ട്രെസ്ഡ് സ്ട്രിങ്ങിൻ്റെ പറ്റിയതായിരിക്കണമെങ്കിൽ ഇവിടെയും നോഡ് വരണമായിരുന്നു. അപ്പോൾ ദിസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ആസ് ആൻ ഐഗൺ ഫങ്ഷൻ ടു റെപ്രസെൻറ്റ് stressed string vibrations.
നേരെ മറിച്ച് ഇത് ഐഗൺ ഫങ്ഷൻസാണ് റെപ്രസെൻ്റ് ചെയ്യുന്ന. ജനറലായിട്ട് ഐഗൺ ഫങ്ഷൻസ് എന്ന് പറയാം, സ്ട്രെസ്ഡ് സ്ട്രിങ്ങിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയാം. നമ്മൾ പാർട്ടിക്കിളിനെ ബോക്സിലൊക്കെ ഇത് ഉപയോഗിച്ചതാണ്, അവിടെ എല്ലാം ഇത് ഉപയോഗിക്കാം. ഈ പാർട്ടിക്കിളിനെ ബോക്സൊക്കെ ഞാൻ അതിൻ്റെ കോൺസെപ്റ്റ്സ് പുറകെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇൻഫൈനൈറ്റ് വാല്യൂ ഒക്കെ. അത് ക്വസ്റ്റ്യൻ ആൻസർ മോഡലിൽ വരുമ്പോഴാണ് പറ്റുക. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. Another one. Give Planck's hypothesis for black body radiations. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ തെർമൽ റേഡിയേഷൻ, അല്ലെ ടെമ്പറേച്ചർ റേഡിയേഷൻ, ക്യാവിറ്റി റേഡിയേഷൻ എന്നൊക്കെ പറയും. ടെമ്പറേച്ചറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന റേഡിയേഷനാണ്. അങ്ങനെ അല്ലാത്ത റേഡിയേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ലൈറ്റ് റേഡിയേഷൻ, തെർമൽ റേഡിയേഷൻ എപ്പോഴും അല്ലല്ലോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ആറ്റത്തിൻ്റെ ഇലക്ട്രോണിൻ്റെ ആറ്റത്തിൻ്റെ എക്സൈറ്റഡ് ആറ്റം ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴോ മറ്റ് ലോവർ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴോ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻസാണ്. റേഡിയോ വേവ്സ് തെർമൽ റേഡിയേഷൻ അല്ലല്ലോ, ടെമ്പറേച്ചർ അല്ലല്ലോ അതിൻ്റെ ഒറിജിൻ. ഹീറ്റഡ് ബോഡി എമിറ്റ് ചെയ്യുന്നതല്ലല്ലോ റേഡിയോ വേവ്സ്. അപ്പോൾ തെർമൽ റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ റേഡിയേഷൻസ് ഡിപ്പെൻഡിങ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. അപ്പോൾ ഈ തെർമൽ റേഡിയേഷൻ പുറപ്പെടുവിക്കുന്ന ക്യാവിറ്റി, ഒരു എൻക്ലോഷർ, ഒരു സഫിഷ്യൻറ്റ് ടെമ്പറേച്ചറിൽ നിൽക്കുന്ന, നമുക്കറിയാം അബവ് അബ്സല്യൂട്ട് സീറോ എവരി ബോഡി എമിറ്റ്സ് റേഡിയേഷൻസ് depending upon temperature of the wavelength of which depends upon temperature of the body. This radiation cavity, first hypothesis, radiation cavity, radiation കൂടാതെ പ്ലാങ്ക്സിൻ്റെ ഹൈപ്പോത്തിസിസ് അതല്ലാതെയുള്ള 1 degree ഓഫ് ഫ്രീഡമുള്ള സിമ്പിൾ ഹാർമോണിക് വൈബ്രേറ്റർ, മോളിക്കുലാർ സൈസുള്ള വൈബ്രേറ്ററും ഉണ്ട് ഇത്തരം ക്യാവിറ്റികളിൽ. അതായത് ഫസ്റ്റ് ഹൈപ്പോത്തിസിസ്, എ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ക്യാവിറ്റി ഈസ് ഫിൽഡ് അപ്പ് നോട്ട് ഓൺലി വിത്ത് റേഡിയേഷൻ ബട്ട് ഓൾസോ വിത്ത് സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റേഴ്സ് ഓഫ് മോളിക്കുലാർ ഡയമെൻഷൻസ് കോൾഡ് പ്ലാങ്ക്സ് ഓസിലേറ്റേഴ്സ് ഓർ റെസോണേറ്റേഴ്സ്, which can vibrate with all possible frequencies with 1 degree of freedom. ഈ ഹൈപ്പോത്തിസിസ് ഉപയോഗിച്ച പ്ലാങ്ക്സ് ലോ ഓഫ് റേഡിയേഷൻ ഡിറൈവ് ചെയ്യുന്നത് അതിലൊരു ഹൈപ്പോത്തിസിസാണിത്. അപ്പോൾ ഈ ക്യാവിറ്റി റേഡിയേറ്ററിനകത്ത് ഈ സ്പേസിൽ നിറഞ്ഞു നിൽക്കുന്ന റേഡിയൻ്റ് എനർജി കൂടാതെ മറ്റ് ചില മോളിക്കുലാർ സൈസിലുള്ള സിമ്പിൾ ഹാർമോണിക് വൈബ്രേറ്ററും കൂടി ഉണ്ട്. അതിനെങ്കും പോകണ്ടല്ലോ. അത് ഏത് ക്യാവിറ്റിയാണോ ആ ക്യാവിറ്റിക്ക് അകത്ത് ഇത്തരം മോളിക്യൂൾസ് ഉണ്ട്, ക്യാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മോളിക്കുലാർ ഓസിലേറ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം കൂടെ കമ്പൈൻഡ് എഫക്റ്റാണ് പുറത്തേക്ക് വരുന്നത് തെർമൽ റേഡിയേഷനായിട്ട്. അത് റെസൊണൻസ് നടക്കുന്നത് അതിനകത്ത് ഏതെല്ലാം തെർമൽ റേഡിയേഷൻ ഫ്രീക്വൻസിയുള്ള തെർമൽ റേഡിയേഷൻ ഉണ്ടോ ആ ഫ്രീക്വൻസിയോ അതിൻ്റെ ഇൻറ്റീജർ മൾട്ടിപ്ലൈറ്റുള്ളതുമായിട്ട് ഇത് റെസൊണേറ്റ് ചെയ്യത്തുള്ളൂ. അതിൻ്റെ എനർജിയും കൂടെ ചേർന്നിട്ടാണ് പുറത്ത് വരുന്നത്. റെസൊണൻസ് എന്ന് ഒത്തൊരുമയെന്നാണല്ല അർത്ഥം. അതും കൂടെ ചേർന്നിട്ടാണ് ഈ ക്യാവിറ്റിയിൽ നിന്നും പുറത്ത് വരുന്ന തെർമൽ റേഡിയേഷൻ. അപ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യണം. എത്രയും കൂടുതൽ കേസസ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഒരു തിയറിക്ക് വാലിഡിറ്റി കൂടുക. ഒന്നും തള്ളിക്കളയാതിരിക്കുക, അനാവശ്യമായിട്ടുള്ളത് തള്ളിക്കളയുക. രണ്ടാമത്തത്, ഈ ഓസിലേഷൻസ്, ഈ തെർമൽ റേഡിയേഷൻസ് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്, അതായത് റേഡിയേറ്റ് ചെയ്യുന്നതോ അബ്സോർബ് ചെയ്യുന്നതോ ഒരു മിനിമം യൂണിറ്റ് ഓഫ് എനർജി ഉപയോഗിച്ച അതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് h-nu, അല്ല 2h-nu, 3h-nu എക്സെട്ര. അതാണ് പ്ലാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റ് അല്ലെ ഹൈപ്പോത്തിസിസ്. അപ്പോൾ സെക്കൻഡ്,
രണ്ടാമത്തെ, എ പ്ലാങ്ക്സ് ഓസിലേറ്റർ ഓഫ് ഫ്രീക്വൻസി ന്യൂ can radiate or absorb energy in units of quanta of magnitude h nu, where h is a universal constant called Planck's constant. Exchange of energy between radiation and matter is limited to integer multiple of h nu, nh nu, where n equals 0. 0 എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷനും ഇല്ല, എമിഷനും ഇല്ല എന്നേ അർത്ഥമുള്ളൂ. എല്ലായിടത്തും n 0 വരണമെന്നില്ല. നമ്മൾ ഇതിൽ കണ്ടല്ലോ, n 0 എടുക്കാത്ത അവസ്ഥയുണ്ട്. എങ്കിലും ജനറലായിട്ട് പറയുമ്പോൾ വേറെ n ഈക്വൽസ് 0, 1, 2 എക്സെട്ര. ഈ രണ്ടെണ്ണമാണ് പ്ലാങ്ക്സ് ഹൈപ്പോത്തസിസ്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ദാറ്റ് ആസ് h tends to 0, quantum mechanics reduces to classical mechanics. ഈ തലച്ചോറിൻ്റെ വ്യത്യാസം പ്രശ്നം. നമ്മളിപ്പോൾ ഒരു ഉറുമ്പ് നമ്മുടെ സ്റ്റഡി ടേബിളിലുണ്ട്. ഒരു തട്ട് കൊടുത്തതിന് ഇതൊരു 2 മീറ്റർ ദൂരെ ചെന്ന് വീണു. അതിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ടൊന്ന് ചിന്തിച്ചേ, അതിനെന്താ സംഭവിച്ചതെന്നായിരിക്കാം അത് ചിന്തിക്കുന്നത്. അതിന് ബ്രെയിനുണ്ട്, അതിനൊരു ടൈം സ്കെയിലുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ആയുർദൈർഘ്യം അനുസരിച്ചുള്ള ടൈം സ്കെയിലാണ് നമ്മുടെ തലച്ചോറിലുള്ളത്, ബിൽറ്റിനാണ്. അതായിരിക്കില്ല ഉറുമ്പിന് ഏതാനും ദിവസങ്ങളെ ലൈഫ് സ്പാനുള്ളൂ. അതിനനുസരിച്ചുള്ള ടൈം സ്കെയിലാണ് അത് ഉപയോഗിക്കുക. അപ്പം യൂണിവേഴ്സിൻ്റെ ടൈം സ്കെയിലല്ല നമ്മുടെ ടൈം സ്കെയിൽ. അതുകൊണ്ട് യൂണിവേഴ്സിനെ മൊത്തത്തോടെ നമ്മൾ ഏതാണ്ട് സ്റ്റഡി സ്റ്റേറ്റിലാണ് കാണുന്നത്. നമ്മളിൽ താഴെയുള്ള അവസ്ഥയിലാണ് ഈ അറ്റോമിക് പാർട്ടിക്കിൾസ്. അവിടുത്തെ ടൈം സ്കെയിൽ നമ്മുടെ ടൈം സ്കെയിലല്ല. പാർട്ടിക്കിൾ സെക്കൻഡ് എന്ന് പറയുന്ന ടൈം യൂണിറ്റ് തന്നെയുണ്ട്. അപ്പോൾ അതിലേക്ക് ചിന്ത ചെല്ലണമെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറിന് ഒരളവ് വരെ സാധിക്കും. മനുഷ്യൻ്റെ മഹത്വം അതാണ്. എങ്കിലും പരിമിതികളുണ്ട്. ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് എച്ച്. ഇതാണല്ലോ. Delta x is the uncertainty in position and delta p is the uncertainty in momentum. ക്വാണ്ടം തിയറി അനുസരിച്ച് ഇത് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഇൻഹറൻറ്റ് പ്രോപ്പർട്ടിയാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ടൈം സ്കെയിലും നമ്മുടെ സൈസും അനുസരിച്ചുള്ള ബോഡിയുടെ മെക്കാനിക്സാണ്. അവിടെ അൺസർട്ടനിറ്റി മെഷർമെൻറ്റിൽ കൂടെ ഉണ്ടാവുള്ളൂ. ആ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട അൺസർട്ടനിറ്റി അവിടെ നമ്മൾ കാണുന്നില്ല. ഇതിന് കാരണമുണ്ട്. ഇലക്ട്രിക് ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ എക്സ്ചേഞ്ച് പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഫോട്ടോൺസ്. ഫോട്ടോൺ എക്സ്ചേഞ്ച് മൂലമാണ് ചാർജസ് അട്രാക്റ്റ് ചെയ്യുകയും റിപ്പലുകയൊക്കെ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി ഒത്തിരി പറയാനുണ്ട്. അതുപോലെ ഗ്രാവിറ്റോൺസ്. ഇതിൽ അറ്റോമിക് സ്കെയിലിൽ ഈ ഫോട്ടോൺ എക്സ്ചേഞ്ച്, ഫോട്ടോൺ ഒരു യൂണിറ്റ് ഓഫ് എനർജിയാണ് എന്നറിയാം. അത് ഇൻറ്റിജർ, ഒരു ഫോട്ടോൺ 2 ഫോട്ടോൺ. അവിടെ എക്സ്ചേഞ്ച് നടക്കുന്ന അറ്റോമിക് ലെവലിൽ എക്സ്ചേഞ്ച് നടക്കുന്ന ലിമിറ്റഡ് നമ്പറേ വരുള്ളൂ. അവിടെ ക്വാണ്ടം റൂൾ ആപ്ലിക്കബിളാണ്. പക്ഷെ ജയൻറ്റ് ബോഡീസ് വരുമ്പോൾ ഈ എക്സ്ചേഞ്ചിൻ്റെ നമ്പർ വളരെ അങ്ങ് കൂടിയിട്ട് നമുക്ക് കണ്ടിന്യൂറ്റി ആയിട്ട് അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ ഈ എച്ച് ന്യൂ റൂള്, ക്വാണ്ടം റൂള് ക്ലാസിക്കൽ ഫിസിക്സിൽ ആപ്ലിക്കബിൾ ആകാത്തതിന് കാരണം അതാണ്. എന്നങ്ങ് എക്സീഡ് ചെയ്യും, കണ്ടമാനമാകും. അപ്പോൾ ഈ ക്ലാസിക്കൽ ഫിസിക്സിൽ there is no uncertainty associated with position and momentum. അത് അവിടെ അങ്ങനെ വരണമായിരുന്നെങ്കിൽ ക്ലാസിക്കൽ നമ്മുടെ നോർമൽ സൈസുള്ള ഡേ ടു ഡേ ലൈഫിൽ കണ്ടുമുട്ടുന്ന വസ്തുക്കളുടെ സൈസുള്ള ഒരു
ഇക്വലൻ്റ് എച്ച് നമുക്കുണ്ടാവണമായിരുന്നു. അത് ഇല്ലാത്തത് കൊണ്ട് ഈ എച്ച് അറ്റോമിക് സ്കെയിലുള്ള എച്ച് 10⁻34 ഓർഡറില്ല. ഇലക്ട്രോണിൻ്റെ ഒക്കെ മാസ് 10⁻30 കിലോഗ്രാമിൻ്റെ ഓർഡറില്ല. അവിടെ ഈ എച്ച് വരും. പക്ഷേ എച്ച് 0 ആണെങ്കിൽ ഡെൽറ്റ പി ഡെൽറ്റ എക്സ് ഈക്വൽ 0. അപ്പോൾ ദാറ്റ് മീൻസ് ദർ ഈസ് നോ അൺസർട്ടൻറ്റി ഇൻ പൊസിഷൻ ആൻഡ് ദർ ഈസ് നോ അൺസർട്ടൻറ്റി ഇൻ momentum. No uncertainty in momentum or no uncertainty in position means that is classical. So as h tends to 0, uncertainty tends to 0, and uncertainty tends to 0 means the system behaves as a classical system, or quantum mechanics reduced to classical mechanics. The rest we will see in the next postings. Subscribe ചെയ്യാൻ ശ്രമിക്കുക. Thank you. One more question. I'm sorry. പിന്നെ വിട്ടുപോയേക്കാം. Write down the kinetic energy operator in Schrodinger formalism. നമുക്കറിയാം കൈനറ്റിക് എനർജി p²/2m. ഹാഫ് എം വി സ്ക്വയറിലെ കൈനറ്റിക് എനർജി ഈക്വൽ ഹാഫ് എം എ സ്ക്വയർ. മുകളിലും താഴെ ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ m²v²/2m എന്ന് വരും. m²v² ഈസ് p². അപ്പോൾ p²/2m കൈനറ്റിക്. അതിൽ മൊമെൻറ്റമാണ് പി. ക്വാണ്ടം മെക്കാനിക്സ് മൊമെൻറ്റം ഓപ്പറേറ്റർ പി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ h⁻I × δ/δx ആണ്. എങ്കിൽ കൈനറ്റിക് എനർജി പി ഓപ്പറേറ്റർ സ്ക്വയർ എന്ന് പറയും. ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ I² വരും. ഇപ്പോൾ -1 -h² δ²/δx². എങ്കിൽ കൈനറ്റിക് എനർജി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ p²/2m. p² ഈ ഓപ്പറേറ്റർ ഫോം ഇട്ട് കൊടുക്കണം. h²/2m × δ²/δx². That is the kinetic energy operator. Thank you.